എത്ര പേരൊന്ന് വോട്ടിട്ടു? ഇന്നലെ വോട്ടിട്ടു. വോട്ടിടാത്തവർ എത്ര പേരുണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്തേ. ഞാനേ ഉച്ച സമയത്താണ് വന്നത്. ഒരു മനുഷ്യരുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പോയ പാടെ തന്നെ ചെന്ന് കുത്തിയിട്ട് തിരിച്ചിങ്ങ് ഇറങ്ങി കേട്ടോ. ഇനി ഒരു ദിവസം തള്ളി നീക്കുന്ന കഥ കേൾക്കാം. രാവിലെ മുതൽ ഉച്ച വരെ ജോലിയോട് ജോലി, 12-1 മണി വരെ ജോലി എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ പോലെ സമയമില്ലാണ്ടായിരിക്കും ജോലി കേട്ടോ. പാചകം ചെയ്യുന്നു, ക്ലീനിങ് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അത് കഴിഞ്ഞൊരു കുളി കൂടെ പാസ്സാക്കിയിട്ട് വന്നാൽ പിന്നെ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. ഭയങ്കര മടി കേട്ടോ. അതുവരെ ഞാൻ ഓടി നടന്ന് എന്ത് ജോലി ഉണ്ടെങ്കിലും ചെയ്യും. അത് കഴിഞ്ഞാൽ എനിക്ക് ഫുൾ റെസ്റ്റ് ആവശ്യമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്നിരുന്ന് ഫോൺ കണ്ട് അവസാനം കണ്ണ് വേദനിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ചുമ്മാ ഒന്ന് നടക്കും. എവിടെ നടക്കുമ്പോഴൊന്നും ആ ഒരു സുഖം കിട്ടത്തില്ല കേട്ടോ. നേരെ വീണ്ടും വന്ന് ഫോൺ കാണും. എന്താ സുഖം. പിന്നെ ഫോണിലുള്ളത് തന്നെ ടി വിയിലും ഉണ്ട്. പക്ഷെ ടി വിയിൽ കണ്ടാൽ ആ സുഖം കിട്ടത്തില്ല. ഫോണിൽ തന്നെ കാണണം കേട്ടോ. അങ്ങനെ ഫോൺ കുത്തിയിരിക്കും. ഇതിനിടയ്ക്ക് എന്തെങ്കിലും ചായ കുടിക്കാനോ വേദയ്ക്ക് സ്നാക്സ് ഉണ്ടാക്കാനോ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് വയ്യ. ഇപ്പോൾ പിന്നെ വേദ കുറച്ചൊക്കെ കിച്ചണിൽ കയറി എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. പണ്ട് അവൾ ചെയ്യുമായിരുന്നു. അവളെ ഞാൻ കയറ്റത്തില്ലായിരുന്നു. ഇപ്പം പിന്നെ ഞാൻ അവളെ ഇഷ്ടത്തിനങ്ങ് വിട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ അവൾ തനിയൊക്കെ ഉണ്ടാക്കി കഴിച്ചോളും. അപ്പോൾ ഞാൻ വേദയോട് പറയും, നീ തനിയെ ചെയ്യടി എന്ന് പറയും. അപ്പോൾ അവൾ അങ്ങ് തനിയെ ചെയ്യും കേട്ടോ. അങ്ങനെ വീണ്ടും കുത്തിയിരിക്കും. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ ഒരു പുട്ട് വേവിക്കലുണ്ട് കേട്ടോ. ഏട്ടന് വൈകിട്ടായാൽ പുട്ടാണ് പ്രധാനം. എല്ലായിടത്തും ചപ്പാത്തിയൊക്കെയാണ്. പക്ഷേ ഇവിടെ ഭാഗ്യത്തിന് പുട്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. പുട്ടങ്ങനെ കഴിക്കും. ഏട്ടനാണെങ്കിലും പുട്ട് വേവിക്കാൻ പോലും അറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? പുട്ട് ഞാൻ തന്നെ വേവിക്കണം. അതിന് ഞാൻ മടി പിടിച്ചിരുന്നാൽ പറ്റത്തില്ല. 7 മണി തൊട്ട് ഒരു 7:30 മണി വരെ വീണ്ടും എനിക്ക് ജോലി. പുട്ട് വയ്ക്കണം, പിന്നെ പുട്ട് കഴിക്കുന്ന പാത്രം കഴുകണം, അങ്ങനെ ഇങ്ങനെ. പിന്നെ നാളത്തേക്ക് ചോറിടുന്നെങ്കിൽ അങ്ങനെയൊക്കെ. പിന്നെ അടുത്ത ദിവസത്തേക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആയിരിക്കും കേട്ടോ. ജോലിയോട് ജോലി. എങ്കിലും ശരിക്കും പറഞ്ഞാൽ കുറേയേറെ സമയം എനിക്ക് റെസ്റ്റ് ഉണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞാൽ കുളിച്ചിട്ട് വന്നാൽ വീണ്ടും ഉണ്ട് കേട്ടോ ജോലി. കുളിച്ചിട്ട് വരുമ്പോഴായിരിക്കും അടുത്ത് ചോറ് കഴിക്കുന്ന സമയം. ചോറ് കഴിച്ചിട്ടിരിക്കുമ്പോൾ ഒരുപാട് പാത്രങ്ങളുണ്ടാകും കഴുകിയിട്ടൊക്കെ വന്നിരിക്കുമ്പോൾ 2 മണിയൊക്കെ ആവും. പിന്നെ ഒരു 4-5 മണി വരെ റെസ്റ്റ് കേട്ടോ. ഇതിനിടയ്ക്ക് ഇവിടെ ചായ കൊടുപ്പുകാർ ആരും ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ചായ കുടിച്ച് ആ പാത്രം കൂടി കഴുകണം. ഇപ്പോൾ കുറേ നാളായിട്ട് ഏട്ടൻ ചായ കുടിയില്ല കേട്ടോ. ചായ കുടിച്ചാൽ പാലിൽ കൊളസ്ട്രോളാന്ന് പറഞ്ഞിട്ട് ഏട്ടനിപ്പോൾ ചായ കുടിക്കില്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ചായ കുടിക്കുന്ന പാത്രം കറക്റ്റ് ഒരു 4-5 മണിയാകുമ്പം ചായ ഇടല്ലേ എന്നൊരു ചോദ്യമാണ്. പിന്നെ ചായ ഇട്ട് കൊടുക്കേണ്ടി വരും. ഇതിനിടയ്ക്ക് ഞാൻ ഏട്ടനെ ചായ ഇടാനൊക്കെ പഠിപ്പിച്ചു. കാരണം രാവിലെ എഴുന്നേക്കാൻ ലേറ്റായാലേ വന്ന് വിളിക്കും, ചായ ഇട്ടരോ. മറ്റത്ത് ചായ ഇടാൻ പഠിപ്പിച്ചാലേ കുറച്ച് സമയം കിടന്ന് സുഖമായിട്ട് ഉറങ്ങാമല്ലോ. അങ്ങനെ ഏട്ടനെ ചായ ഇടാൻ പഠിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ ഏട്ടൻ ചായ കുടിക്കുന്നില്ല. എന്തൊക്കെ പഠിപ്പിച്ചാലും നമ്മൾ ചായ ഇട്ട് കൊടുത്തില്ലെങ്കിൽ അങ്ങോട്ട് സുഖം കിട്ടത്തില്ല. അതൊക്കെയാണ് അവസ്ഥ.